തുടങ്ങല്ലേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ പറഞ്ഞത്? ഏത് പാരഗ്രാഫ് ഞാൻ എടുക്കാനുള്ളത്? ഒന്ന് എഴുതിക്കാണി. എവിടുന്നാണ് എടുക്കാനുള്ളത് പറഞ്ഞേ. पेज नंबर 32. पेज नंबर 32. हम गली वालों ने तो इसी तरह अपने प्राण बचा लिया. और दले ओके. അപ്പൊ ഞാന് കഴിഞ്ഞ ക്ലാസ് എടുത്തത് ഒന്ന് ചോദ്യം ചോദിക്കുന്നു. നിന്റെ സ്ഥലം ഇങ്ങനെ നടന്നോണേ. ചരിത്രവും കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു. ഞാൻ പറയാതെ എല്ലാരും വണ്ടി ഇവിടെ ഒരു അയൽക്കോളം ഉണ്ട്. യെസ്. അപ്പൊ അവിടെ നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു മീനിങ് ചോദിക്കണേ. കുറച്ച് ആളുകളോട് ചോദിക്കുക, കുറച്ച് സമയം മീനിങ് ചോദിക്കാം. ഒരു 5 കുട്ടികളെ കൊണ്ട് ഇത് വായിപ്പിക്കുകയും ചെയ്യും കേട്ടോ. എന്നതിന് ശേഷം നമ്മള് അടുത്ത പാരഗ്രാഫ് തുടങ്ങണം. ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കിയാളെ. 2 മിനിറ്റ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. असली मुसीबत 5 अक्टूबर അവിടെ തൊട്ടിട്ട് 50 आदमियों की जाने बच गई. അതുവരെയുള്ള മീനിങ് ഞാൻ ചോദിക്കാം. അസ്ലി മുസീബത്ത് 5 അക്ടോബർ 1857 से അവിടെ തുടങ്ങിയിട്ട് ആ പേജില് ലാസ്റ്റ് വരെ 50 आदमियों की जाने बच गई. യെസ്, ചോദിക്കണേ. ഞാൻ ചോദിക്കണ ആളെ പറയാം. അമൽ ബാസിം കേട്ടി. അമൽ ബാസിം കേട്ടി പറയൂ. അമൽ ബാസിം കേട്ടി. ചേഹര. അമൽ ബാസിം നീ പറയൂ ചേഹര എന്നതിന്റെ മീനിങ്. അമൽ ബാസിം
ചേഹര പറഞ്ഞോ, അൺമ്യൂട്ട് ആക്കിയിട്ട് പറയൂ. അമൽ ബാസി. ആ ചേഹര, ചേഹര. ചേഹര അറിയോ? ബസിം അറിയോ? അടുത്ത ആള്, വേറെ ആള്. മുഖം. ആ അത്ര നേരമായിട്ട് മുമ്പോളാ പറയുന്നത്. എന്ത് ഇങ്ങനെ നോട്ട് പുസ്തകത്തിൽ നോക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമൽ നജാദ്. അടുത്ത അമൽ നജാദ്. ഗിരഫ്താർ, ഗിരഫ്താർ. അമൽ നജാദ്. സർ ഗിരഫ്താർ അല്ലേ? അറസ്റ്റ്, അറസ്റ്റ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അടുത്തത് ഫാദി. ഫാദി പറയണം. ഫാദി പറയൂ. സുർക്ക്. ഫാദി അറിയില്ല. ഡോണ പറഞ്ഞ, ഡോണ. ഡോണ. റെഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മർവ പറയട്ടെ. മർവ. ഫുട്ട്. മർവ പറയും. ഫുട്ട്. അടി. മർവ. ഫുട്ട്. അടി. പറഞ്ഞോ മർവ. ഫുട്ടല്ലേ? ആ അടി. ഓക്കെ, അടി. യെസ്, കറക്റ്റ്. അക്ഷയ് പറയാ. അക്ഷയ്. അടുത്തത് അക്ഷയ്. സിർഹിലാന. സിർഹന. അക്ഷയ് പറയൂ. അക്ഷയ് പി. അക്ഷയ് പി പറയൂ. സിർഹിലാന. അനന്യ പറഞ്ഞ. അനന്യ. ആ താൽക്കുലുക്കുക. യെസ്, ഓക്കെ, വെരി ഗുഡ്. അടുത്ത് ജൽവ നിസാനി പറയും. ജൽവ നിസാനി പറയൂ. ഹാമി ബർണ. ഹാമി ബരി. ഹാമി ബർണ. ജൽവ നിസാനി. ജൽവ പറയൂ. സമ്മതിക്കുക. ഓക്കെ, സമ്മതിക്കുക. ഓക്കെ. അടുത്ത് ആദിത്യദേവ് പറയും. ആദിത്യദേവ്. ഇസാസത്ത്. ഇസാസത്ത്. ആദിത്യദേവ്. ആദിത്യദേവ് പറയൂ. ഇസാസത്ത്. അനുവാദം. 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 ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, തൽക്കാലം നമ്മളോട് നിർത്തി കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്. ഇനി കുറച്ച് വായിപ്പിക്കും ചെയ്യണം ഞാൻ. അബൂബക്കർ. അസ്ലി മുസീബത്ത് അവിടെ നിന്ന് വായിക്ക്. അബൂബക്കർ വായിക്ക്. असली मुसीबत 5 अक्टूबर के आई।
जब जब 1857 1857 के आई। जब कुछ अंग्रेजों मेरे घर में मेरे घर में दूस आए। उन्होंने मेरा साथ मेरा दोनों बच्चे और नौकरों के साथ ही कुछ पड़ोसियों का भी ഞാൻ പറഞ്ഞു കേൾക്കില്ലേ? യെസ്, ഓക്കെ. എന്ത് അബൂബക്കർ എന്ത് പറ്റി? അതാ ഞാൻ അടുത്തത് സൻഹ ഷെറിൻ വായിക്കും. സൻഹ ഷെറിൻ. ഹലോ ഹലോ ആ വായിക്കും. എവിടെ മുതലാണ്? ആരാണ്? ഷൻഹാഷറി. मैंने कहा अവിടുന്ന് വെച്ചോ. मैंने कहा उर्दू में कविता अവിടുന്ന്. हाँ, मैम ने कहा उर्दू में कविता लिखता हूँ। तो तुम पोएट हो? उसने कहा। मैम ने सिर हिलाकर हामी भरी। हाँ। मेरे जवाब से ब्राउन को खुशी हुई। उसने अपने सिपाहियों को हुक्म दिया, इनको इज्जत के साथ घर वापस लौट आओ। मैम ने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किया गए पड़ोसी बेहद सीधे साधे लोग हैं, उन्हें भी रिहा कर दिया जाए। ये लोग भी कविता करते हैं। मैम ने कहा। कर्नल ने उनको भी घर जाने की इजाजत दे दी। इस तरह कविता के कारण उस रोज करीब 50 आदमियों की जानें बच गई। शबीर अहमद असली मुसीबत के 5 अവിടുന്ന്. असली मुसीबत 5 अक्टूबर 1857 को आई। जब कुछ अंग्रेज मेरे घर में घुस आए। उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी दूरी पर कर्नल ब्राउन नाम का एक अंग्रेज अफसर था। गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे। ब्राउन का चेहरा सुर्ख था, आंखें भी लाल लाल थी। उसकी ऊंचाई 6 फुट से भी ज्यादा थी। उसने मुझसे पूछा, अब आप क्या करते हैं? मैम ने कहा, उर्दू में कविता लिखता हूँ। तो तुम पोएट हो? हमने कहा। उसने कहा। मैम ने सिर हिलाकर हामी भरी। हाँ। मेरे जवाब से ब्राउन को खुशी हुई। उसने अपने सिपाहियों को हुक्म दिया, उनको इज्जत के साथ कर वापस लौट आए। मैम ने कर्नल ब्राउन से निवेदन किए कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं, उन्हें भी रिहा कर दिया जाए। കേൾക്കണില്ലേ? ये लोग भी कविता करते हैं। मैम ने कहा। कर्नल ने उनको भी घर जाने की इजाजत दे दी। इस तरह कविता के कारण उस रोज करीब 50 आदमियों की जानें बच गई। വെരി ഗുഡ്. വായിച്ചോ. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ് തുടങ്ങാം. നോക്കാം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. പേജ് നമ്പർ 30. अर्थ चलिए आगे. हम गली वालों ने किसी तरह अपने प्राण बचा लिया. प्राण बचाना, जीवन रक्षिക്കുക. सेव लाइफ, टू सेव लाइफ, जीवन रक्षिക്കുക. बचाना, सेव, रक्षिക്കുക.
Magar. Magar means but. Magar, പക്ഷേ. Magar, പക്ഷേ. Magar, मैं उन अजारों अबागे. Abaga nanal unlucky. Nirbhagyavan. Abhage. Unlucky. Nirbhagyavan. अभागे दिल्ली वालों के बारे में क्या कहूं? जो हवालात എന്ന് പറഞ്ഞാൽ കസ്റ്റഡി. हवालात कस्टडी. ഹവാലാത്ത് കസ്റ്റഡി എന്ന് പറഞ്ഞാൽ തടവ്. മലയാളത്തിൽ തടവ്. ഹവാലാത്ത് और കൈദ്ഖാന. കൈദ്ഖാന എന്നാൽ ജയില്, പ്രിസൺ. കൈദ്ഖാന പ്രിസൺ, ജയില്, തടവറ. कैदखाना, जेल. हवालात और कैदखाने में बंद कर दिए जा गए थे. जेल शहर से बाहर थी और हवालात दिल्ली के भीतर. भीतर नना उल्लिल, इनसाइड. बाहर नना आउटसाइड, पुरत्ते. बाहर पुरत्ते, भीतर उल्लिल. इन दोनों ही जगहों में, जगह എന്ന് പറഞ്ഞാൽ പ്ലേസ്, സ്ഥലം. जगह, സ്ഥലം. इन दोनों ही जगहों में, जगह എന്ന് പറഞ്ഞാൽ സ്ഥലം. बेशुमार. बेशुमार ये लॉट ऑफ, ധാരാളം, എണ്ണമറ്റ. uncountable. बेशुमार, എണ്ണമറ്റ അല്ലെങ്കിൽ ധാരാളം, lot of, uncountable. ബേഗുനാഹ് എന്ന് പറഞ്ഞാൽ നിരപരാധി. ബേഗുനാഹ്. ഇന്നസെന്റ് എന്നർത്ഥം. ബേഗുനാഹ്, ഇന്നസെന്റ്, നിരപരാധി. ടൂസിന. ടൂസിന എന്ന് പറഞ്ഞാൽ കുത്തി നിറക്കുക, തിക്കി നിറക്കുക എന്നൊക്കെ അർത്ഥം. ടൂസിന കുത്തി നിറക്കുക അല്ലെങ്കിൽ തിക്കി നിറക്കുക എന്നുള്ള അർത്ഥം. ടൂസിന അതിന് ഇംഗ്ലീഷ് ക്രാം. ഇംഗ്ലീഷ് ക്രാം. കുത്തി നിറക്കുക, തിക്കി നിറക്കുക എന്നൊക്കെ അർത്ഥം.
ഇസ്ഖദർ എന്നാൽ ഈ അളവിൽ ഇത്തരത്തിൽ ക്വാണ്ടിറ്റി ഖദർ ക്വാണ്ടിറ്റി അളവ് ഈ അളവില് അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്ന് പറയാം ദിസ് മച്ച് ദിസ് ടൈപ്പ് ഒക്കെ പറയാട്ടോ ഇത്രത്തോളം ഇത്തരത്തില് ഈ അളവില് അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി എന്ന് എഴുതിയാൽ മതി ഇംഗ്ലീഷ് എഴുതുമ്പോ മലയാളത്തിൽ എഴുതുമ്പോ അളവ് എന്ന് എഴുതിയാൽ മതി इस कदर भर दिया कि लगता था आदमी के भीतर आदमी समाया जा रहा आदमी एना मनुष्यन मैन ह्यूमन आदमी मनुഷ്യൻ സമാന എന്ന് പറഞ്ഞാൽ ടു ബി ഫിൽഡ് സമാന ടു ബി ഫിൽഡ് നിറയുക സമാന ഫില്ല് നിറയുക അല്ലെങ്കിൽ നിറക്കുക സാസ് സാസ് മീൻസ് ബ്രീത്ത് ശ്വാസം സാസ് ശ്വാസം കേൾക്കണില്ലേ ഓക്കെ അപ്പൊ നോക്കാം ഇവിടെ ദിക്കത്തല്ല പറഞ്ഞില്ലേ ദിക്കത്ത് ഹോരഹിത്തി ദിക്കത്ത് എന്നാ ബുദ്ധിമുട്ട് ഇൻ ദോനോം ഹി ഖൈദ്ഖാനെ കെ ബന്ദിയോं को बाद में फांसी दे दी थी फांसी देना എന്നാൽ ടു ബി ഹാങ്ഡ് തൂക്കിക്കൊല്ലുക ഫാംസി ദേന തൂക്കിക്കൊല്ലുക ടു ബി ഹാങ്ഡ് അല്ലെങ്കിൽ ടു ഹാങ് ടു ഡെത്ത് ഫാംസി ദേന തൂക്കിക്കൊല്ലുക नहीं मालूम कितने लाख लोग मर डालेंगे दिल्ली में अब कुछ ही हजार लोग बच्चे होंगे बाकी सब अंग्रेजों के गुस्से का शिकार हो गए गुस्सा मीन्स एंग्री देशम गुस्सा एंग्री देशम शिकार नाना इरा शिकार इरा विक्टिम शिकार इरा गुस्से का शिकार हो गई बच्चे सिर्फ वे जो दिल्ली से भाग गए वे लोग खुशकिस्मत भाग्यम लकी खुशकिस्मत वर्ना वर्ना मीन्स अदरवाइज वर्ना अदरवाइज वर्ना അല്ലെങ്കിൽ वर्ना അല്ലെങ്കിൽ उन्हें भी फांसी दे जाती दिल्ली में रहना ही उन दिनों मालूम अपराध हो गया था अपराध करना തെറ്റ് കുറ്റം തെറ്റ് എന്നൊക്കെ അർത്ഥം ഗിൽറ്റി ഫാൾട്ട് अपराध
യെസ്, അത്രയും നോക്കാം. വർണ്ണ അല്ലെങ്കിൽ, അല്ലെങ്കിൽ വർണ്ണ അല്ലെങ്കിൽ. ഓക്കെ, തുടങ്ങല്ലേ? അപ്പൊ കവിത കാരണം ഒരു 50-ഓളം ആളുകള് കവിത കാരണം അന്ന് രക്ഷപ്പെട്ടു അല്ലേ? മിർസ ഗാലിബും അദ്ദേഹത്തിന്റെ 2 മക്കളും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേലക്കാരും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസികളും എല്ലാവരും കവിത കാരണം രക്ഷപ്പെട്ടു. ആദ്യം മിർസ ഗാലിബിനോട് ചോദിച്ചു, നീ എന്താ ചെയ്യണെന്ന് അല്ലേ? കേണൽ ബ്രൗൺ ചോദിച്ചു, നീ എന്താ ചെയ്യണെന്ന്. അപ്പൊ മിർസ ഗാലിബ് എന്താ പറഞ്ഞേ? ഞാൻ കവിത ലിഖ്താഹും അല്ലേ, അല്ലെങ്കിൽ കർത്താവും, ഞാൻ കവിത എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു കവിയാണല്ലേ എന്ന് പറഞ്ഞു. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? വിടാൻ വേണ്ടി, അല്ലെങ്കിൽ ജയിൽ മോചിതനാക്കാൻ വേണ്ടി കൽപ്പിച്ചു. അയാളെ തന്റെ വീട്ടിലേക്ക് ആദരവോട് കൂടി പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, ഇയാളെ വീക്ക്നെസ് മനസ്സിലായി അല്ലെ? ഈ കേണൽ ബ്രൗണിന്റെ വീക്ക്നെസ് ഈ നമ്മുടെ എന്താ പറയാ മിർസ ഗാലിബിന് മനസ്സിലായി. അപ്പൊ മിർസ ഗാലിബ് പറഞ്ഞു, എന്റെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ആളുകളും വളരെയധികം നിരപരാധികളാണ്, അവര് വളരെ നിഷ്കളങ്കരാണ്, അവരും കവിതയൊക്കെ എഴുതുന്ന ആളുകളാണെന്ന്. അപ്പോ എന്ത് ചെയ്തു? അവരെയും വിട്ടു അല്ലേ? കവിത കാരണം അത്രയും ആളുകളെ വിട്ടു. അങ്ങനെ ഒരു 50-ഓളം ആളുകൾ എന്ത് ചെയ്തു? ആ കവിത കാരണം രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇനി ബാക്കി നോക്കാം. അത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്? ഓക്കെ, ഇനി നോക്കാം. ഹം ഗലി വാലോംനെ तो किसी तरह अपने प्राण बचा लिए. അത് ഞാൻ ഒന്ന് വായിക്കണ്ട കേട്ടോ. मगर मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूं जो हवालात और कैदखाने में बंद कर दिए गए थे. जेल शहर से बाहर थी और हवालात दिल्ली के भीतर. इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही थी. इन दोनों ही कैदखानों के बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लाख लोग मार डाले गए. दिल्ली में अब कुछ ही हजार लोग बचे होंगे. बाकी सब अंग्रेजों के गुस्से का शिकार हो गए. बचे सिर्फ वे जो दिल्ली से भाग गए. वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती. दिल्ली में रहना ही उन दिनों मानो अपराध हो गया था. देखिए, हम गली वालों ने, ഞങ്ങള് തെരുവുവാസികള്, ഞങ്ങൾ ആ സ്ട്രീറ്റിൽ താമസിക്കുന്നവര്, ആ തെരുവിലുള്ളവര്, കിസീത്തറ ഒരു വിധം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അപ്പിനെ പ്രാൺ ബച്ചാലിയ, തന്റെ ജീവൻ ബാക്കിയാക്കി അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി. അപ്പോ ഞങ്ങൾ തെരുവിലുള്ള കുറച്ച് ആളുകള് ഒരു വിധം അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി എന്നർത്ഥം. അപ്പിന പ്രാൺ ബച്ചാലിയ, രക്ഷപ്പെടുത്തി. മഗർ പക്ഷേ, मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूं. പക്ഷേ ഞാൻ ആ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായിട്ടുള്ള ദില്ലി വാലോം കെ ബാരെ മേ,
ഡൽഹി നിവാസികളെ സംബന്ധിച്ച്, ഡൽഹിയിലുള്ളവരെ സംബന്ധിച്ച് ക്യാ കഹൂ, എന്ത് പറയും, ഞാൻ എന്താ പറയാ? ആ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാര് അല്ലേ, അഭാഗ്യ, ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായിട്ടുള്ള ഡൽഹിക്കാരെ കുറിച്ച്, ദില്ലി വാലോം കെ ബാരെ മേ, ഡൽഹിക്കാരെ കുറിച്ച് ക്യാ കഹൂം, ഞാൻ എന്ത് പറയും? മിർസ ഗാലിബ് പറയണേ, मैं क्या कहूं, जो हवालात और ഖൈദ്ഖാനെ में അവര് തടവിലും തടവറയിലുമായിട്ട് ബന്ദ് കർ ദിയ ജെ, അടക്കപ്പെട്ടിട്ടുണ്ട്. അവര് തടവിലായിട്ടും തടവറയിലായിട്ടും അവരെന്ത് ചെയ്യുന്നു? അടച്ചു കളഞ്ഞിട്ടുണ്ട്. ജയിലുകളിലും അതുപോലെ തന്നെ കസ്റ്റഡികളുമായിട്ട് അവരെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ബന്ധസ്ഥരാക്കിയിട്ടുണ്ട്. ജയിൽ ഷഹർ സെ ബാഹർത്തി, ജയിൽ എവിടെ ഉണ്ടായിരുന്നു? പട്ടണത്തിന്റെ പുറത്തായിരുന്നു ജയിലുണ്ടായിരുന്നത്. और ഹവാലാത്ത്, തടവോ ദില്ലി കെ ഭീത്തർ, ഡൽഹിയുടെ ഉള്ളിലും. ജയില് ഡൽഹിന്റെ പുറത്തും, തടവ് ഡൽഹിയുടെ ഉള്ളിലും. ഇൻ ദോനോം ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും, ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും ബേശുമാർ ബേഗുനാഹും കോ, ബേശുമാർ ബേഗുനാഹും കോ, എണ്ണമറ്റ വളരെയധികം ധാരാളം നിരപരാധികളെ ടൂസ് ബർദിയകത്ത, കുത്തി കുത്തി നിറച്ചു കളഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഈ രണ്ട് സ്ഥലങ്ങളിലും, തടവിലും തടവറയിലും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം കുത്തി നിറച്ചിരുന്നു. അത്രയും, അതായത് 10 ആളുകളെ കൊള്ളുന്നിടത്ത് 100 ആളുകളെ കുത്തി നിറച്ചിരുന്നു എന്നർത്ഥം. അങ്ങനെ ഒരുപാട് ആളുകളെ, അതാ പറഞ്ഞ ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും, ഏത്? ഖൈദ്ഖാന, ഹവാലാത്ത് അല്ലേ, ഇത് രണ്ടിലും, ഈ രണ്ട് സ്ഥലങ്ങളിൽ ബേശുമാർ, ധാരാളം, ബേഗുനാഹോങ്കോ, നിരപരാധികളെ, കുത്തി കുത്തിയിട്ട് ഭർദിയാത്ത, നിറച്ചു കളഞ്ഞിരുന്നു. കുത്തി കുത്തി നിറച്ചു കളഞ്ഞു എന്നാണ്, തിക്കി തിക്കി നിറച്ചു കളഞ്ഞിരുന്നു. അത്രയും ആളുകളെ, ഇസ് ഖദർ, ഇത്രത്തോളം, അല്ലെങ്കിൽ ഈ അളവില്, ഏതളവില്? ഇസ് ഖദർ ഭർദിയ, ഈ അളവില് നിറച്ചു കളഞ്ഞിരുന്നു. ഏതളവില്? ലക്താത്ത, തോന്നിപ്പോയിരുന്നു. ആത്മീക്കെ ഭീതർ, ആത്മീ സമായാചര, മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനെ കുത്തി നിറച്ചതാ തോന്നുന്നു. മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനെ നിറച്ചതാ തോന്നുന്നു. എന്നാൽ അത്രയും ആളുകൾ എങ്ങനെ എന്ത് ചെയ്യണേ? ആളുകളെ കുത്തി നിറച്ചതാണ്. അപ്പം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വേറൊരു മനുഷ്യൻ നിൽക്കുക തോന്നിപ്പോകുന്നു. ഇങ്ങനെ ജാമാക്കിയിട്ടാണ് വിട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇസ് ഖദർ, ഈ അളവില്, അല്ലെങ്കിൽ ഇത്രത്തോളം, ഭർദിയാകയ, നിറച്ചു കളഞ്ഞു. എത്രത്തോളം? ലക്താത്ത, തോന്നിയിരുന്നു. ആത്മീക്കെ ഭീതർ, ആത്മീ സമായാചാര, മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനെ നിറച്ചതാണെന്ന് തോന്നിപ്പോകുന്നു. സാസിലേനേമേം, ശ്വാസം എടുക്കുന്നതില്, ദിക്കത്ത് ഹോരേത്തി, പ്രയാസം ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ വരെ പ്രയാസമായിരുന്നു. കാരണം ആളുകളെ കുത്തി നിറച്ചാൽ പിന്നെ ശ്വാസം ഇല്ലേ. ഇതുപോലെ നമ്മള് വാഗൺ ട്രാജഡിയെ പോലെയൊക്കെ അല്ലേ, തിരൂര് ആ ഗൂഡ്സ് വാഹനത്തിന് ആളുകളെ കുത്തി നിറച്ചിരുന്നല്ലോ. അതേപോലെ ബ്രിട്ടീഷുകാർ ഈ നമ്മളെ ഇന്ത്യക്കാരെ ഒന്നായിട്ടും കേരളത്തിലുള്ള ആളുകളൊക്കെ ഈ വാഹനത്തിൽ കുത്തി നിറച്ച്, ആ വാഹനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അതിലപ്പുറം ആളുകൾ എന്ത് ചെയ്യണേ? അതിൽ കുത്തി നിറച്ചു. ഡോറും ഒക്കെ എല്ലാം ക്ലോസ് ചെയ്ത്, വേറെ ഡോർ, വേറെ വിൻഡോ അതൊന്നുമില്ല, ജനവാതിലോ മറ്റുള്ള വാതിലുകളോ ഒന്നുമില്ലാതെ ഒരു ഗുഡ്സ് വാഹനത്തിൽ ഇവരെല്ലാരും കൂടി കുത്തി നിറച്ചു അല്ലേ. അപ്പൊ കുറേണ്ട് പോയി പോത്തന്നൂരോ ഒറ്റ വെച്ച് തുറന്നു നോക്കുമ്പോ എന്തുണ്ടായിരുന്നു? ഒരുപാട് ആളുകൾ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് പരിക്കുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാന്തി പിടിച്ചിലൊക്കെ ആയിട്ടായിരുന്നു, ശ്വാസം കിട്ടാതായിരുന്നുകൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ക്രൂരന്മാരും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയും ആളുകളെ കുത്തി നിറച്ചിരുന്നു. ഇൻ ദോനോ ഹി ഖൈദ്ഖാനോം കെ ബന്ദിയോം കോ, ഈ രണ്ട് തടവിലുമുള്ള അല്ലെങ്കിൽ ജയിലുകളിലുമുള്ള
ബന്ദികളെ, ആ തടവുപുള്ളികളെ ബാദുമേ പിന്നീട് ഫാംസി ദേദികയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. പിന്നീട് അവരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. യഹി മാലും അറിയില്ല, കിത്തിനെ ലാഖ് ലോക് എത്രയോ ലക്ഷം ആളുകളാണ് മാർ ഡാലകയെ കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല. അത്രയും ആളുകൾ അന്നത്തെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി ആ പേരപ്പ് നോക്കണം. ഹം ഗലീവാലോം നെ തോ കിസീ തറ, ഞങ്ങള് തെരുവുവാസികള്, കിസീ തറ ഒരു വിധം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ എന്നാണ് അതിന്റെ കിസീ തറന്ന്, ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയൊക്കെയോ അല്ലെങ്കിൽ ഒരു വിധം. അപ്പിനെ പ്രാൺ ബച്ചാലിയെ, എന്റെ ജീവൻ രക്ഷപ്പെടുത്തി. ഒരു വിധം അവരെ ജീവൻ, കുറച്ചാളുകളെ ജീവൻ രക്ഷപ്പെട്ടു, ആ തെരുവിൽ ഉള്ള ആളുകളെ. മഗർ പക്ഷേ മേം ഉൻ അസാറോം അഭാഗെ ദില്ലി വാലോം കെ ബാരെ മേം ക്യാ കഹൂം. മിർസ ഗാലിബ് പറയണേ, മഗർ പക്ഷേ മേം ഉൻ അസാറോം അഭാഗെ, ഞാൻ ആ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായിട്ടുള്ള ദില്ലി വാലോം കെ ബാരെ മേം, ഡൽഹിക്കാരെ സംബന്ധിച്ച് ക്യാ കഹൂം, ഞാൻ എന്താ പറയാ, ഞാൻ അവരെ കുറിച്ച് എന്ത് പറയും. ജോ ഹവാലാത്ത് और ഖൈദ്ഖാനെ മേം ബന്ദ് കർ ലിയ ഗയത്തെ, അവരിപ്പോ തടവിലും തടവറയിലുമായിട്ടൊക്കെ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധസ്ഥരായി കിടക്കുന്നു. തടവിലും തടവറയിലുമായിട്ട് അവർ കിടക്കുന്നു. ഇന്ന് ജയിൽ സഹർ സെ ബാഹർത്തി, ജയില് പട്ടണത്തിന്റെ പുറത്തായിരുന്നു. അവർ ഹവാലാത്ത് കസ്റ്റഡി ദില്ലിക്ക് ഭീത്തർ, ഡൽഹിയുടെ ഉള്ളിലുമായിരുന്നു. ഇൻ ദോനോ ഹി ജഗഹോ മേം, ഈ രണ്ട് സ്ഥലങ്ങളിലും, ഇൻ ദോനോ ഹി ജഗഹോ മേം, ഈ രണ്ട് സ്ഥലങ്ങളിലും ബേശുമാർ ബേഗുനാഹോം കോ, ബേശുമാർ ബേഗുനാഹോം കോ, ധാരാളം നിരപരാധികളെ ടൂംസ് കർ ഭർ ദിയ ഗയ താ, അവരെന്ത് ചെയ്തു, കുത്തി നിറച്ചുകൊണ്ടിരുന്നു. ഈ രണ്ട് ജയിലുകളിലും എണ്ണമറ്റ നിരപരാധികളെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ഖദർ, ഇത്രത്തോളം, ഇസ്ഖദർ ഇത്രത്തോളം ഭർദിയാകിയ നിറച്ചു കളഞ്ഞു. എത്രത്തോളം ലക്താത്ത തോന്നിയിരുന്നു. ആത്മീക്കെ ഭീതർ ആത്മീ സമായ ജാ രഹാ ഹോ, മനുഷ്യന്റെ ഉള്ളില്, ആത്മീക്കെ ഭീതർ മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനെ നിറച്ചതാണ് എന്ന് തോന്നിപ്പോകും. അത്രയും കുത്തി നിറച്ചിരുന്നു. സാസിലേനേമേം, ശ്വാസം എടുക്കുന്നതില് ദിക്കത്ത് ഹോരെത്തി, പ്രയാസം ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ വരെ പ്രയാസമായിരുന്നു. ഇൻ ദോനോം ഹി ഖൈദ്ഖാനോം കെ ബന്ദിയോം കോ, ഈ രണ്ട് ജയിലുകളിലുമുള്ള അല്ലെങ്കിൽ തടവറയിലുള്ള ബന്ദിയോം കോ, ബന്ദിസ്ഥരെ, ആ പുള്ളി ജയിൽ പുള്ളികളെ ബാദുമേ ഫാംസി ദേദിഗി, പിന്നീട് അവരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. നഹി മാലും അറിയില്ല, കിത്തിനെ ലാഖ് ലോഗ് മാർ ഡാലേഗയും, എത്രയോ ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല. അത്രയും ആളുകൾ അവിടെ നിന്ന് കൊല്ലപ്പെട്ടു. ഓക്കെ, അടുത്ത പേര. ദില്ലി മേ മേം അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോംഗെ, ഡൽഹിയില് ഇപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ ഏതാനും ആയിരങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. വളരെ കുറഞ്ഞ ആയിരത്തിൽ താഴെ അല്ലെങ്കിൽ 1000 ആളുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കി സബ്, ബാക്കിയുള്ള എല്ലാവരും അംഗ്രേസോം കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയാ, അംഗ്രേസോം കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയാ, ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായി എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷുകാരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ബാക്കിയുള്ള എല്ലാവരും ഏതാനും ആയിരങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇംഗ്ലീഷുകാരുടെ ദേശത്തിന്, ഗുസ്സ എന്ന് പറഞ്ഞ ആംഗ്രി ദേശം, ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ശിക്കാർ ഹോരയും ഇരയായി മാറി.
എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൊന്നു കളഞ്ഞു. ബച്ചെ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗ് ഗയേ, ജോ ദില്ലി സെ ഭാഗ് ഗയേ വേ സിർഫ് ബച്ചെ. ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത്, ജോ ദില്ലി സെ ഭാഗ് ഗയേ, ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത്, വേ സിർഫ് ബച്ചെ, അവര് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ആദ്യം പറഞ്ഞ് ബച്ചെ സിർഫ് വേ എന്ന് പറഞ്ഞാ വേ സിർഫ് ബച്ചെ, അവര് മാത്രമേ ബാക്കിയുള്ളൂ. ആര് മാത്രം? ജോ ദില്ലി സെ ഭാഗ് ഗയേ, ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത്, നമ്മൾ പറയല്ല പേടിച്ചോടി പോയി എന്നറിയില്ലേ, ആ പേടിച്ചോടിപ്പോയ ആളുകൾ ഉണ്ടല്ലോ, അവര് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അവിടെ നോക്ക, അംഗ്രേസോം കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയാ. അംഗ്രേസോം കെ, അംഗ്രേസോം എന്നതിന് ശേഷം അവിടെ കെ കണ്ടോ അല്ലേ? അംഗ്രേസോം കെ, അംഗ്രേസോം എന്നതിന്റെ ശേഷം കെ. എന്തുകൊണ്ടാ കെ വന്നത്? എന്തുകൊണ്ടാണ് കെ വന്നത് ഞാൻ ചോദിക്കണം. അഭിജിത്തെ, എനിക്കൊന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് അവിടെ കെ വന്നതെന്ന്? അഭിജിത്ത്. മുഹമ്മദ് ഷാമിലെ, എന്നോടല്ല അഭിജിത്ത് പറയട്ടെ. അഭിജിത്തിന് പറയാൻ പറ്റുമോ? ബഹുവചനമായതുകൊണ്ട് ആദിത്യദേവും പറയല്ല. എന്ത് പ്ലൂറലായതുകൊണ്ട്? ഗുസ്സ എന്നുള്ളത് അംഗ്രേസ് പ്ലൂറൽ ആയതുകൊണ്ടല്ല ഫാത്തിമ ഫിദ, അംഗ്രേസ് പ്ലൂറൽ ആയതുകൊണ്ടല്ല. അല്ല അനന്യ, അംഗ്രേസ് പ്ലൂറൽ ഗസ്സേ എന്നത് ബഹുവചനമായത് കൊണ്ടാണോ? ഓക്കെ, ഗുസ്സേ എന്നുള്ളത് ബഹുവചന ആയതുകൊണ്ടല്ല. ഗുസ്സ എന്നാണ് ശരിക്കും അത് വരേണ്ടത്. ഗുസ്സ എന്നാണ് ദേഷ്യം, ഇംഗ്ലീഷുകാരുടെ ദേഷ്യം. അപ്പൊ ഗുസ്സ, അവിടെ ഗുസ്സേന്ന് വരാൻ കാരണം അവന്റെ ഗുസ്സന്റെ ശേഷം കാ വന്നതുകൊണ്ടാണ് ഗുസ്സേന്ന് വന്നത്. അതായത് ആ എന്ന ശബ്ദത്തിനോട് കൂടി ഏത് പ്രത്യയം ചേർന്നാലും, ഉദാഹരണത്തിന് ആ പ്ലസ് ഖ, ഏ ഖ എന്നാ പറയുള്ളൂ. ഏ ഖ, ആ പ്ലസ് ഖ, ഏ ഖ. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ലഡ്ക പ്ലസ് ഖ അല്ലെങ്കിൽ കെ അല്ലെങ്കിൽ കി ഏതുമാവാം. അപ്പൊ എന്താവും? ലഡ്ക പ്ലസ് ഖ, ലഡ്കേ ഖ. കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്. ആ എന്നുള്ള ശബ്ദം, ആ ലഡ്ക, അതിനോട് കൂടി ഏത് പ്രത്യയത? ഇവിടെ ഒരു പ്രത്യയം വന്നു, ലഡ്ക പ്ലസ് ക, ലഡ്കേക്ക. അത് സിംഗുലർ ആണ്, ലഡ്കേക്ക എന്ന് പറഞ്ഞാല് ആൺകുട്ടിയുടെ എന്നർത്ഥം, ആൺകുട്ടിയുടെ. ഇനി ഇതിന്റെ പ്ലൂരൽ വരണമെങ്കിൽ ലഡ്കേ പ്ലസ് ക വരണമെങ്കിൽ ലഡ്കോം ക. ഇപ്പോഴാണ് ആൺകുട്ടികളുടെ എന്നായത്. ലഡ്ക പ്ലസ് ക, ലഡ്കേക്ക, ആൺകുട്ടിയുടെ. ലഡ്കെ പ്ലസ് ക, ലഡ്കോം ക, ലഡ്കെ പ്ലസ് ക, ലഡ്കോം ക, ആൺകുട്ടികളുടെ. മനസ്സിലാണ്ടല്ലോ, ആൺകുട്ടികളുടെ. മറ്റേ ലഡ്കന്റെ ഇത് വരുമ്പോ ലഡ്കേക്ക എന്താ പറയാ? ആൺകുട്ടിയുടെ. അപ്പൊ എന്ന പോലെ ഇവിടെ ഗുസ്സ എന്നാണ്. ആ പ്ലസ് ക, അപ്പൊ എന്തായി? ഗുസ്സേക്ക. അതോടെ എ വരാൻ കാരണം ഗുസ്സേക്ക. ഇനി ഇവിടെ എന്തുകൊണ്ട് അതിനപ്പുറത്താണ് കെ വന്നുള്ളത് അല്ലേ? എന്താണ്? അംഗ്രേസോം കെ.
अंग्रेजों के गुस्से का അപ്പൊ ഇവിടെ ഈ പ്രത്യയം വന്നതുകൊണ്ടാണ് ഗുസ്സക്ക് ശേഷം കാന്നുള്ള പ്രത്യയം വന്നതുകൊണ്ടാണ് ഇവിടെ കെ വരാൻ കാരണം. നമ്മൾ പറഞ്ഞിരുന്നല്ലേ രണ്ട് പ്രത്യയങ്ങള് അതെ യെസ്, രണ്ട് പ്രത്യയങ്ങൾ തൊട്ടടുത്ത് വരുമ്പോ ആദ്യത്തെ കാം എന്തായി മാറുന്നു? കെ. അപ്പൊ അംഗ്രേസോം കെ കണ്ടോ, ഇവിടെ ഈ ഗുസ്സെ എന്ന് വരാൻ കാരണം കാ വന്നോണ്ട്, ഈ കാ വന്നതുകൊണ്ടാണ് ഇവിടെ കെ വായി മാറിയത്. മനസ്സിലാണ്ടല്ലോ? അങ്ങനെയാണ് അത് കെ വന്നത്. രണ്ട് പ്രത്യയങ്ങൾ തൊട്ടടുത്ത് വരുമ്പോ കാ എന്നുള്ളത് കെ ആയി മാറുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓർമ്മ ഉണ്ടല്ലോ? നോക്കാം. അംഗ്രേസോം കെ ഗുസ്സെ കാ ശിക്കാർ ഹോ ഗയ, ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായി. ബച്ചേ സിർഫ് വേ, അവര് മാത്രമേ ബാക്കിയുള്ളൂ. ആര് മാത്രം? ജോ ദില്ലി സെ ഭാഗ് ഗയേ, ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത്, വേ സിർഫ് ബച്ചേ, അവര് മാത്രം ബാക്കിയായി. വേ ലോഗ് കുശ് കിസ്മത്ത് തേ, അവര് ഭാഗ്യമുള്ളവരായിരുന്നു, അവര് ഭാഗ്യമുള്ളവരായിരുന്നു. വർണ്ണ അല്ലെങ്കിൽ ഉനേബി ഫാംസി ദേത്തിജത്തെ, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. അവര് ഭാഗ്യമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹിനാഹി, ഡൽഹിയിൽ താമസിക്കല്, ഉന്തിനോം, അന്നൊക്കെ അക്കാലത്ത് ആ സമയത്ത്, മാനോം അപരാധോകയത്ത, തോന്നിപ്പോകും അതൊരു തെറ്റാണ്, അതൊരു അപരാധമാണെന്ന് തോന്നിപ്പോകും. അന്നൊക്കെ ഡൽഹിയിൽ താമസിക്ക എന്ന് പറഞ്ഞത് ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു അപരാധമാണ് എന്ന് തോന്നിപ്പോകും. ഓക്കെ, ഒന്നും കൂടി നോക്കിയാളെ ആ പേര. ദില്ലി മേം അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ, ഡൽഹിയിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ 1000 മാത്രം അല്ലെങ്കിൽ ഏതാനും ആയിരങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ബാക്കി സബ്, ബാക്കി എല്ലാവരും അംഗ്രേസോം കെ ഗുസ്സെ കാ ശിക്കാർ ഹോ ഗയേ, ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായി. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരുടെ ദേശത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും കൊന്നു, ബാക്കിയുള്ളവരെ കൊന്നു. ബച്ചേ സിർഫ് ബേ, അവര് മാത്രമേ ബാക്കിയുള്ളൂ. ആര് മാത്രം? ജോ ദില്ലി സെ ഭാഗ് ഗയേ, ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത് അവര് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഫാംസി എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാം. വേ ലോഗ് കുശ് കിസ്മത്തെ, അവര് ഭാഗ്യമുള്ളവരായിരുന്നു, അവര് ഭാഗ്യമുള്ളവരായിരുന്നു. വർണ്ണ അല്ലെങ്കിൽ ഉനേബി ഫാംസി ദേ ദീ ജാത്തി, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ഭാഗ്യമുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹിനാഹി, ഡൽഹിയിൽ താമസിക്കൽ, ഉന്തിനോം മാനോം അപരാധോകയത്ത, ആ ദിവസങ്ങളിൽ എന്താ പറയാ, ഡൽഹിയിൽ താമസിക്ക അന്നൊക്കെ, ദാറ്റ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ മാനോം തോന്നിപ്പോകും, അപരാധോകയത്ത് തെറ്റാണ് എന്നുള്ളത്. അന്ന് ഡൽഹിയിൽ താമസിക്ക എന്ന് പറഞ്ഞത് ഒരു തെറ്റാ എന്ന് തോന്നിപ്പോകും. ഓക്കെ, ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഖുഷ് കിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഈ വായിക്കാനുള്ള സമയങ്ങൾ വായിച്ചു നോക്കണം, എന്തെങ്കിലും സംശയം ചോദിച്ചു. കുറേശ്ശെ എടുക്കുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലാക്കി പോകണം. ക്ലിയർ ആണ്. ഫാത്തിമ സ്നാം, മുഹമ്മദ് ഷാമിൽ ക്ലിയർ ആണ്, ഫുൾ ക്ലിയർ ആണ്. മുഹമ്മദ് ഷാമിൽ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അമൽ ബാസിഫ് ക്ലിയർ ആണ്. ഖദീജ, ശിവാനി ക്ലിയർ ആണ്. ഷാം ഓക്കെ ആണ്. റിൻഷ കേട്ടി ക്ലിയർ ആണ്. ഫാത്തിമ മെഹ്താബ് ക്ലിയർ ആണ്. ഫർഹ, ഫരിഹ, അബൂബക്കർ, മഹ്മൂദ് അബൂബക്കർ ക്ലിയർ ആണ്. ഓക്കെ, അനന്യ ക്ലിയർ ആണ്. എല്ലാവർക്കും സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം.
ഓക്കെ അല്ലേ? പ്രീത ഓക്കെ ആണ്. ഓക്കെ, താങ്ക്സ്.